ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ ഇന്നിപ്പോൾ രാത്രി നിങ്ങൾ ആ വീഡിയോ കാണും. അതായത് ഏഷ്യാനെറ്റിൽ അഗ്നി പരീക്ഷ 40 ആളുകളായിരുന്നു മൊത്തം ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഈ 40 പേരിൽ 20 പേരെ ഒരു ചെറിയ ഗെയിമിലൂടെ തിരഞ്ഞെടുക്കുകയും ബാക്കി 20 പേരെ അങ്ങ് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരെ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. ഒരുപാട് പെൺകുട്ടികൾ ഇക്കുറി ഉണ്ട്. അതേപോലെ തന്നെ 3 ഡൈവേഴ്സായ 2 സ്ത്രീകൾ ഡൈവേഴ്സ് ആയതും ഒരു സ്ത്രീ ഡൈവേഴ്സിന് വേണ്ടി പെറ്റീഷൻ ഫയൽ ചെയ്തൊരു സ്ത്രീ, പിന്നെ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതിലുണ്ട് കേട്ടോ. +2 കഴിഞ്ഞു ഡിഗ്രിക്ക് പഠിക്കാൻ കയറാൻ നിൽക്കുന്ന സമയത്താണ് അവർ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത്. പിന്നെ ആ പെൺകുട്ടിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഒരു ക്യാബിൻ ക്രൂ ആവണം എന്നുള്ളതൊക്കെ. പിന്നെ ഒരു ഹൗസ് വൈഫ്, ഇതാണ്. പിന്നെ കുറേ ആളുകൾ UK, UAE മോഡൽസ്, അതൊക്കെയാണ്. പിന്നെ മലപ്പുറം ജില്ലയിലാണ് ആളുകൾ കൂടുതൽ. മലപ്പുറം തിരുവനന്തപുരത്താണ് ആളുകൾ കൂടുതൽ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഓരോ ഫോട്ടോ സൈസ് തന്നെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ റിയാസ്, രഞ്ജിനി, മാരാർ, ഈ 3 പേരാണ് ഇതിന്റെ ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നത്. ഈ അഗ്നിപരീക്ഷയുടെ ആദ്യഘട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താക്കോൽ പൂട്ട് തുറക്കുക എന്നൊരു പരിപാടി. ഒരുപാട് ഹിന്റുകൾ ഇങ്ങനെ പേപ്പറായിട്ട് കെട്ടി തൂക്കിയിട്ടുണ്ട്. അതായത് ചില സിനിമയിലെ ഓരോ ഡയലോഗുകൾ ഇങ്ങനെ പേപ്പറിലാക്കി കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടാവും. ഈ പേപ്പറിലുള്ള ഡയലോഗിന് അനുസൃതമായിട്ടുള്ള പൂട്ട്, അതായത് ഈ പേപ്പറിൽ ഇപ്പം ഹേമോനെ ദിനേശ എന്നാണ് എഴുതിയതെങ്കിൽ ഓപ്പോസിറ്റ് എന്താ വേണ്ടത്, ഏത് സിനിമയിലെ ഡയലോഗാണോ അത്, ആ സിനിമയുടെ പേര് അപ്പുറത്ത് നമുക്ക് കിട്ടണം. ഇത് രണ്ടും കിട്ടിയാൽ മാത്രം പോരാ, ആ കിട്ടിയ ആള് ഒരു ചാവി എടുത്ത് ഗ്രില്ലിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൂട്ട് തുറക്കും വേണം. ഇതാണ് സംഭവം. ഇതിൽ 40 പേരും പങ്കെടുത്തു, 20 പേർക്ക് കൃത്യമായി കിട്ടി. അതിൽ പൂജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടും അവരെ ചതിക്കാൻ മറ്റൊരാൾ ശ്രമിച്ചു. ചാവി വാങ്ങി തുറന്നു കൊടുക്കാൻ നോക്കി, പക്ഷെ മൂഞ്ചി. അവസാനം പൂജ തന്നെ കയറി. അങ്ങനെ 20 പേരാണ് എത്തിയത്. ഈ 20 പേരിൽ പിന്നീട് ഒരു 3 ടീമായിട്ട് തിരിക്കുകയാണ് ഉണ്ടായത്. ഈ 3 ടീമിൽ ഏകദേശം ഒരു ടീമിൽ 7 പേര് വരുന്ന രീതിയിൽ 2 ടീമും, ഒരു ടീമിൽ 6 പേര് വരുന്ന രീതിയിലും ആയി എന്നുള്ളതാണ്. അതിൽ റിയാസിന്റെ ടീമിൽ വന്ന ആളുകൾ, ഒന്ന് ഷിബിനയാണ്, മോഡലാണ്, കണ്ണൂരുകാരിയാണ് കേട്ടോ. രണ്ടാമത് പൂജയാണ്, ഹൗസ് വൈഫാണ്, തൃശ്ശൂർ ജില്ല. ഈ പൂജയാണ് ആ കോൺട്രവേഴ്സിയിൽ ഫസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ അഭിറാം ഒരു ജിം ട്രെയിനറാണ്, മലപ്പുറം ജില്ലയിലുള്ള ഒരാളാണ്. പിന്നെ റാഷ മോഡലാണ്, UK നിന്നും ഇതിനായിട്ട് ഇങ്ങോട്ട് വന്നു എന്നാ പറയുന്നത്, മലപ്പുറം ജില്ലക്കാരിയാണ്. പിന്നെ ആസിയ മോഡലാണ്, ആലുവക്കാരിയാണ്. പിന്നെ അനഘ ആർജയാണ് കേട്ടോ. പ്രണവാണ് പിന്നെയുള്ളത്. പ്രണവാണ് ആ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും ടോപ്പായി നിന്നത്. കളരി പഠിക്കുന്ന ഒരു വ്യക്തി, കളരി മാഷ്, ഡാൻസർ, തിരുവനന്തപുരത്ത് നിന്നുള്ള ആളാണ്. പിന്നെ രഞ്ജിനി ഹരിദാസിന്റെ ടീം ആരാധ്യ മോഡലാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്, 18 വയസ്സുള്ള, ഞാൻ പറഞ്ഞില്ല +2 കഴിഞ്ഞു, ഉപരിപഠനത്തിനായി വെയിറ്റ് ചെയ്യുന്നു. അവർക്ക് ക്യാബിൻ ക്രൂ മെമ്പർ ആവണമെന്നാണ് ആഗ്രഹം. അവരുടെ അമ്മ അവരെ അത്രയും കഷ്ടപ്പെട്ട് വളർത്തി എന്നൊക്കെ ഭയങ്കര സെന്റിമെന്റിലാണ്, ഭയങ്കര കരച്ചിലോളിയാണ്, തുടക്കം തന്നെ കരച്ചിലാണെന്നുള്ളതാണ്. പിന്നെ സാബിറ മോഡലാണ്, കണ്ണൂരുകാരിയാണ്. അവർ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്, 2ഉം പരാജയമായി എന്നുള്ളതാണ്. പിന്നെ പാർവതി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ആറ്റിങ്ങലിലാണ് വീട്. അവരും ആ ഗ്രൂപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ. പിന്നെ അമൃത അഡ്വക്കേറ്റ് ആണ്, കൊല്ലം ജില്ലയിലാണ്, ഡൈവേഴ്സിന് വേണ്ടിയിട്ട് അവർ നോക്കുന്ന ഒരു തമിഴ്നാട്ടിലെങ്ങാനാണ് ജീവിച്ചിരുന്നത്. അടുത്തത് വർഷയാണ്, സിംഗറാണ്, ആലപ്പുഴക്കാരിയാണ്. ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചപ്പോൾ രഞ്ജിനി ഹരിദാസ് എന്നാണ് പറഞ്ഞു. സത്യത്തിൽ അവർ എഴുതി കൊടുത്തത് പേളി മാണി എന്നായിരുന്നു. അത് അവരുടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അടുത്തത് നയനയാണ്. നയന മോഡലാണ്, മലപ്പുറം ജില്ലയിലാണ്, അവരും ഡൈവേഴ്സായ വ്യക്തിയാണ്. പിന്നെ രചന, അവർ HR കൺസൾട്ടന്റ് ആണ്, പാലക്കാടാണ് അവരുടെ വീട്, ഒരു കുറച്ച് മുതിർന്ന സ്ത്രീയാണ് കേട്ടോ. അടുത്തത് മാരാർ എടുത്ത് മുഴുവൻ പുരുഷന്മാരായിരുന്നു, ഒരു സ്ത്രീയെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രഞ്ജിനി ഹരിദാസിന്റെ ഫുൾ സ്ത്രീകൾ മാത്രമാണ്, റിയാസിന്റെ ഈക്വൽ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, മാരാർ ആദ്യം എടുത്തത് ബിജു എന്ന് പറയുന്ന വ്യക്തിയാണ്. ആൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, തൃശ്ശൂർ ജില്ലക്കാരനാണ്. പിന്നെ എൽദോ ബിസിനസ്സുകാരനാണ്, കൊച്ചിക്കാരനാണ്. ഷിജിൻ ഡാൻസ് കോച്ചാണ്, അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലക്കാരനാണ്. അയാൾ കുറച്ച് അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്. ഷാനോ മോഡലാണ്, ഇടുക്കി ജില്ലക്കാരനാണ്. അയാൾക്ക് മൾട്ടി പേഴ്സണാലിറ്റി സിൻഡ്രം ഉള്ള ഒരാളത്രേ. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയാണ് കേട്ടോ. ഫോട്ടോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതേപോലെ അടുത്തത് ഫ്രീലാൻസർ ആയിട്ടുള്ള പാലക്കാടുകാരനായ അമല്. അടുത്താണ് അപർണ ഒരു IT പ്രൊഫഷണലാണ്, കോഴിക്കോട് ജില്ലക്കാരിയാണെന്നുള്ളതാണ്. ഇതിൽ ഇവരെല്ലാവരും തിരഞ്ഞെടുത്തത് മറ്റൊരു ഗെയിമിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. ആ ഗെയിമിൽ ജയിക്കുന്ന ആളുകൾക്ക് ഇൻഫിനിറ്റി പവർ എന്നൊരു സംഭവം കിട്ടും. ഈ പവർ കിട്ടിയ ആളുകൾക്ക് പിന്നെ ഈ ഒരു നേരിട്ടുള്ള സെലക്ഷനിലേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത്രയും ആളുകളിൽ നിന്ന് വീണ്ടും ഗെയിം നടക്കുന്നു. ആദ്യം റിയാസിന്റെ ടീമിനെയാണ് ഗെയിമിലേക്ക് വിളിക്കുന്നത്. റിയാസിന്റെ ടീമിൽ നിന്നും പ്രണവ്, കളരി ഗുരുക്കൾ, അദ്ദേഹം ജയിക്കുന്നു. അദ്ദേഹത്തിന് ഇൻഫിനിറ്റി പവർ കിട്ടുന്നു. ആ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസുകൾ കൊണ്ട് പിരമിഡ് ഉണ്ടാക്കുന്ന ഈ കുട്ടികളുടെ പരിപാടിയില്ലേ, ഇപ്പോഴും ക്ലീഷേ എന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്.
പക്ഷെ ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമായിരുന്നു. അത് പ്രണവ് വൃത്തിയിൽ ചെയ്തു. അടുത്തത് രഞ്ജിനിയുടെ ടീമിന്റെ കളിയിൽ പാർവതി, നമ്മളെ ആക്ടിങ്ങിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജയിച്ചിട്ടുള്ളത്. അതും അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഒക്കെ കുട്ടിക്കളി ആയിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് മാരാറിന്റെ ടീമിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടുള്ളത് ഷിജിനാണ്, ഡാൻസ് കോച്ച് തിരുവനന്തപുരം. അയാൾക്ക് ഇൻഫിനിറ്റി പവർ കിട്ടി. അങ്ങനെ 3 പേർക്ക് ഇൻഫിനിറ്റി പവർ കിട്ടുകയും ബാക്കിയുള്ള എല്ലാവരും എവിടെ പോയി? ഔട്ട് ഹൗസിലേക്ക് പോയി. ഇതിൽ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എലിമിനേഷൻ റൗണ്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പുറത്താക്കപ്പെടാൻ പോകുന്ന ആളുകളെ കൊണ്ടുവയ്ക്കുന്ന ഒരു ഭാഗമില്ലേ, അതിന് ഇനി മുതൽ ഇവർ ഔട്ട് ഹൗസ് എന്നാണ് പറയാന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇനിയും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്, നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ ഓരോ വ്യക്തികളും കൃത്യമായിട്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാകാം. പക്ഷെ ഇതിലേറ്റവും ടോപ്പായി നിന്ന ആളുകൾ തന്നെയാണ് ഇൻഫിനിറ്റി പവർ കൈക്കലാക്കിയതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ സാധാരണക്കാർക്കുള്ള ഒരു അവസരം എന്ന് പറയുമ്പോൾ സാധാരണക്കാരെക്കാൾ കൂടുതൽ നിങ്ങളിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. UAE, UK മോഡൽസ് ഓൾറെഡി അവർക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിയുന്ന കുറച്ച് ആളുകളുണ്ട്. ഇതിലിപ്പോൾ അപർണ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവർ മാത്രമാണ് ഒരു പക്ഷേ 4 തവണ എങ്ങാനും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രയത്നിച്ചത് എന്ന് അവർ പറയുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളൊന്നും ആ രീതിയിലല്ല പറയുന്നത്. അപ്പൊ സാധാരണത്വം മാറിയിട്ട് ഇതിൽ വീണ്ടും മോഡൽസിന്, മേക്കപ്പ് ആർട്ടിസ്റ്റിന്, അങ്ങനെയുള്ള ആളുകൾക്ക് തന്നെ കിട്ടിയിട്ടുള്ളത്. സാധാരണക്കാരെന്നൊക്കെ നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ ആ രീതിയിലൊക്കെ അല്ലേ. ഓക്കെ, ഇതിൽ കുപ്പയിൽ നിന്നും എൽദോ ബിസിനസ്സുകാരനാണ്, കുപ്പ വാരി വന്നൊരു വ്യക്തിയാണെന്നൊക്കെ ആൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്കെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു ഭയങ്കര സാധാരണത്വം തോന്നിയിട്ടില്ല. പിന്നെ പ്രായമായ ഒരു ചേച്ചിയാണ് ആകെ ഉള്ളത്. ഇനി നിങ്ങൾ എന്തെങ്കിലും കണ്ടു മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇൻഫിനിറ്റി പവർ കിട്ടിയ 3 പേരുണ്ട്. ബാക്കിയുള്ള 17 പേര് മത്സരത്തിന്റെ ഭാഗമാണ്. അതുകൂടാതെ മാറ്റിവെക്കപ്പെട്ട 20 പേരുണ്ട്. അവരെയും വീണ്ടും പരിഗണിക്കും, അവർക്കും വീണ്ടും അവസരങ്ങൾ കിട്ടും. എത്ര ദിവസമാണ്? 30 ദിവസം അങ്ങനെ തോന്നുന്നു അഗ്നി പരീക്ഷ. അപ്പോൾ ബാക്കി ഇനി കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ വീണ്ടും വരെ ജിമ്മിന് പോകുന്ന സമയമായി. സുലാൻ.